സോ ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് എൻ എ സി വേവ് ഫോം എന്താണ് എന്നുള്ളതാണ് ശരിക്കും നമുക്ക് ഇന്ന് കവർ ചെയ്യേണ്ട ടോപ്പിക്ക്. പക്ഷെ അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓടിച്ച് പറയാം. അപ്പോൾ സിനുസോഡൽ വേവ് ഫോമിൻ്റെ കുറേ ടെർമിനോളജീസ് നമ്മളിവിടെ അല്ലെങ്കിൽ കുറേ ടെർമിനോളജീസ് നമ്മളിവിടെ ഓൾറെഡി പറയുകയുണ്ടായി. അപ്പോൾ നമ്മളൊരു വേവ് ഫോം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഈ വേവ് ഫോം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്കൊരു സിനുസോഡൽ വേവ് ഫോം എന്ന് പറയുമ്പോൾ, അപ്പോൾ എ സി വേവ് ഫോമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സിനുസോഡൽ വേവ് ഫോം എന്താണ് എന്ന രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു സൈൻ വേവിൽ പോസിറ്റീവ് വേവ് ഫോമും പോസിറ്റീവ് പാർട്ടും ഉണ്ട്, ഒരു നെഗറ്റീവ് പാർട്ടും ഉണ്ടാവും. ആ നെഗറ്റീവ് പാർട്ടിനകത്ത് ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എപ്പോഴും നമ്മൾ 0 ആയിട്ട് ഡിനോട്ട് ചെയ്യും. നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കൂടെ തീരുന്ന സമയം എന്നുള്ളതിനെ നമ്മൾ ക്യാപിറ്റൽ ടി ആയിട്ട് ഡിനോട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ടൈമിൽ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് അത് ക്യാപിറ്റൽ ടി ആണ്. അപ്പൊ ക്യാപിറ്റൽ ടി എന്താണെന്ന് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തീരുന്ന പോയിന്റ് എന്ന് പറയുന്നത് T/2 ആണ്. അപ്പൊ പോസിറ്റീവിൽ മാക്സിമം കിട്ടുന്ന പോയിന്റ് T/4 ആയിരിക്കും. നെഗറ്റീവിൽ മാക്സിമം കിട്ടുന്ന പോയിന്റ് 3T/4 ആയിരിക്കും. അപ്പം ഇതാണ് നമ്മൾ ടൈം പോയിന്റ് ഓഫ് വ്യൂല് പറയാൻ പോകുന്ന കാര്യം. പോസിറ്റീവ് പീക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ T/4, പോസിറ്റീവ് പീക്ക് തീരുന്നത് ക്യാപിറ്റൽ T/2, നെഗറ്റീവ് പീക്ക് കിട്ടുന്നത് 3 ക്യാപിറ്റൽ T/4, നെഗറ്റീവ് പീക്ക് തീരുന്നത് ക്യാപിറ്റൽ ടി എന്ന രീതിയിൽ. അപ്പൊ ഇതേ സംഭവം തന്നെ നമുക്ക് ഒമേഗ ടി പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാൻ പറ്റും. നമുക്ക് പറയാം ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പറഞ്ഞു, അത് ആംഗുലാർ ഫ്രീക്വൻസി ആണ് എന്നുള്ളത് നമ്മൾ പറയുകയുണ്ടായി. ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ തീരുന്നത് 2π ആണ്. നമ്മൾ 2π റേഡിയൻസ് ആണെന്നാണ് പറയാം. അപ്പൊ പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ 180 ആണ്. അപ്പൊ അതായത് ഡിഗ്രിയിൽ പറയുന്ന സമയത്ത് 360 ഡിഗ്രി. അപ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളും കംപ്ലീറ്റ് തീരുന്നത് 2π ആണ്, അതായത് 360 ഡിഗ്രിയിലാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തീരുന്നത് പൈ റേഡിയനിലാണ്, അതായത് ഡിഗ്രിയിൽ പറയുമ്പോൾ 180 ഡിഗ്രി. പോസിറ്റീവ് പീക്ക് കിട്ടുന്നത് π/2ലാണ്, അതായത് 90 ഡിഗ്രിയിൽ. നെഗറ്റീവ് പീക്ക് കിട്ടുന്നത് 3π/2ലാണ്, അതായത് 270 ഡിഗ്രിയിൽ. അപ്പൊ ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പൊ പോസിറ്റീവ് പീക്ക് കിട്ടുന്നത് π/2 റേഡിയനിലാണ്, പോസിറ്റീവ് പീക്ക് തീരുന്നത് പൈ റേഡിയനിലാണ്, നെഗറ്റീവ് പീക്ക് കിട്ടുന്നത് 3π/2 റേഡിയനിലാണ്, നെഗറ്റീവ് പീക്ക് തീരുന്നത്, അതായത് ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പീക്ക് തീരുന്നത് 2π റേഡിയനിലാണ്. അപ്പൊ കംപ്ലീറ്റ് 360 ഡിഗ്രി കഴിഞ്ഞു. അപ്പൊ ഡിഗ്രിയിൽ പറയുകയാണെങ്കിൽ പോസിറ്റീവ് പീക്ക് കിട്ടുന്നത് 90 ഡിഗ്രിയിലാണ്, പോസിറ്റീവ് പീക്ക് തീരുന്നത് 180 ഡിഗ്രിയിലാണ്, നെഗറ്റീവ് പീക്ക് കിട്ടുന്നത് 270 ഡിഗ്രിയിലാണ്, ഒരു ഫുൾ സൈക്കിൾ തീരുന്നത് 360 ഡിഗ്രിയിലാണ്. അപ്പം ഈ ടൈമിന്റെ റിലേഷനും ഒമേഗ ടി നമ്മൾ റേഡിയനിൽ പറയുമ്പോൾ എങ്ങനെയാണെന്നും ഒമേഗ ടി ഡിഗ്രിയിൽ പറയുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതും ഈ ഒരു ഇതിൽ പിക്ചറിൽ നിന്നും കൃത്യമായിട്ട് നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മളപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വാല്യൂ തീരുകയും ഒരു നെഗറ്റീവ് വാല്യൂ തുടങ്ങി അത് തീരുകയും ചെയ്യുന്ന ഒരു സമയത്തിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് വാല്യൂസ് മാത്രം കിട്ടുന്നതിനെ നമ്മളൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയും. ഒരു നെഗറ്റീവ് കിട്ടുന്നതിനെ നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയും. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് പൈ റേഡിയനിലാണ്, അതായത് 180 ഡിഗ്രിയിലാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതും അനദർ പൈയിലാണ്, അതായത് പൈ മുതൽ 2π വരെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി 2π. ഓക്കെ, അപ്പോ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് ദ സബ്സിക്വന്റ് നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നതിനാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു സൈക്കിൾ തീരാൻ നമുക്ക് എത്ര സമയം അതിനെയാണ് നമ്മൾ പീരിയഡ് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തീരുന്നത് π/2ഉം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കൂടി തീരുന്നത് പീരീഡും. ഓക്കെ,
നമ്പേഴ്സിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Frequency is defined as the number of cycles made by the current or the voltage in 1 second is known as the frequency. അപ്പോൾ ഈ ടൈം പീരീഡിന്റെ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പോൾ അതിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഈ ഒരു ഡയഗ്രം യൂസ് ചെയ്യേണ്ടായി. നമ്മൾ എക്സ് ആക്സിസിൽ ഞാൻ 0യും 1ഉം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ 1 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ 1 സെക്കൻഡ് നോക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര സൈക്കിൾ അതിനകത്ത് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ എത്ര സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് ഇവിടെ മെഷർ ചെയ്താലും ഇത് എന്ത് തന്നെയായിരിക്കും? ടൈം പീരീഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് പീക്ക് എടുത്തു, അടുത്ത നെഗറ്റീവ് പീക്ക് എടുത്തു. ഈ പോസിറ്റീവ് പീക്കിന്റെയും നെഗറ്റീവ് പീക്കിന്റെയും ഇടയ്ക്കുള്ള ഈ ടൈം പീരീഡ് എന്ന് പറഞ്ഞാലും ടി തന്നെയായിരിക്കും. അതാണ് ഒരു സൈക്കിൾ. അപ്പം ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റ് റിപ്പീറ്റ് ചെയ്യുന്ന അടുത്ത പോയിന്റ് കണ്ടുപിടിക്കുക. അത് തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ തമ്മിലുള്ള ടൈം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ടൈം പീരീഡ് അഥവാ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് പീക്ക് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, അടുത്ത പോസിറ്റീവ് പീക്ക്, അതിന്റെ അടുത്ത പോസിറ്റീവ് പീക്ക്, അതിന്റെ അടുത്ത പോസിറ്റീവ് പീക്ക്, അതിന്റെ അടുത്ത പോസിറ്റീവ് പീക്ക്. അപ്പൊ ഈ 1 എഴുതിയതിന്റെ ഉള്ളിൽ എനിക്ക് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ 1, 2, 3, 4 സൈക്കിൾ എനിക്ക് അവിടെ കിട്ടി. അപ്പൊ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിളാ? 4 സൈക്കിൾ. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ഹെർട്സ്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് ഉണ്ടോ അതാണ് ഫ്രീക്വൻസി. അതിന്റെ റെസിപ്രോക്കലായിരിക്കും നിങ്ങൾ ടൈം പീരീഡ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ടൈം പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കും? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1/4 ആയിരിക്കും. അതായത് 0.25 സെക്കൻഡ്സ് ആയിരിക്കും ടൈം പീരീഡ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ഹെർട്സും ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കലായ 0.25 സെക്കൻഡ്സ്. ഇതാണ് നമ്മൾ പഠിച്ച അടുത്ത പാരാമീറ്റർ എന്ന്. പിന്നെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന പാരാമീറ്റർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ y ആക്സിസിലെ വാല്യൂ എന്താണോ അതാണ് നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റിലും നമുക്ക് ഓരോ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ ഇവിടെ ഈ പോയിന്റിൽ നമുക്ക് ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ഈ പോയിന്റിൽ ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ഈ മാക്സിമം പോയിന്റിൽ അവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ ഈ ഓരോരോ സമയം എടുക്കുന്ന സമയത്തും അവിടെയൊക്കെ ഈ വേവ് ഫോമിന് ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. ആ വാല്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു ഫംഗ്ഷൻ ആണ് എന്ന് ഞാൻ ക്ലാസ്സിൽ പറയുകയുണ്ട്. അപ്പൊ ആ ഫംഗ്ഷനെയാണ്, അല്ലെങ്കിൽ ആ y ആക്സിസിലെ വാല്യൂനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് 2 പാരാമീറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാരാമീറ്റർ ആണ് പീക്ക് വാല്യൂ, മറ്റൊരു പാരാമീറ്റർ ആണ് പീക്ക് ടു പീക്ക് വാല്യൂ. അപ്പൊ നമുക്കൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉള്ളത് കൊണ്ട് നമുക്കൊരു പോസിറ്റീവ് മാക്സിമം വാല്യൂ ഉണ്ടാവും. അതാണ് പോസിറ്റീവ് പീക്ക്. ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്. ആ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും നമുക്കൊരു മാക്സിമം വാല്യൂ ഉണ്ടാവും. അതാണ് നെഗറ്റീവ് മാക്സിമം, അതാണ് നെഗറ്റീവ് പീക്ക്. അപ്പോൾ ഏതൊരു വേവ് ഫോമിനും ഒരു പോസിറ്റീവ് പീക്ക് വാല്യൂ ഉണ്ടാവും, ഒരു നെഗറ്റീവ് പീക്ക് വാല്യൂ ഉണ്ടാവും. ആ പോസിറ്റീവ് പീക്ക് എന്ന് പറഞ്ഞാൽ ആ സിഗ്നൽ എടുക്കുന്ന മാക്സിമം പോസിറ്റീവ് വാല്യൂ, നെഗറ്റീവ് പീക്ക് എന്ന് പറഞ്ഞാൽ ആ സിഗ്നൽ എടുക്കുന്ന മാക്സിമം നെഗറ്റീവ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഈ നെഗറ്റീവ് വാല്യൂവിൽ നിന്നും പോസിറ്റീവ് വാല്യൂയിലേക്കുള്ള ഉള്ള ഡിഫറൻസ്, അതായത് പോസിറ്റീവ് വാല്യൂ മൈനസ് നെഗറ്റീവ് വാല്യൂ. ദാറ്റ് ഈസ് ആക്ച്വലി ദ പീക്ക് ടു പീക്ക് വാല്യൂ. അപ്പോൾ ഈ സിഗ്നലിന്റെ പോസിറ്റീവ് പീക്ക് 10 + 10 ആണ്, നെഗറ്റീവ് പീക്ക് എന്ന് പറയുന്നത് -10 ആണ് എന്നുണ്ടെങ്കിൽ പീക്ക് ടു പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? +10 - -10, അതായത് 20. അപ്പോൾ 10 വോൾട്ട് പീക്ക് വാല്യൂ ഉള്ള ഒരു സൈൻ വേവിന്റെ പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടിയായിരിക്കും, അതായത് 20 വോൾട്ട്. സോ ദാറ്റ് ആർ ദ 2 ടെർമിനോളജി. വാട്ട് യു മീൻ ബൈ പീക്ക് വാല്യൂ? അപ്പോൾ പീക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് പീക്ക് വാല്യൂ ഉണ്ട്, നെഗറ്റീവ് പീക്ക് വാല്യൂ ഉണ്ട്. പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഉള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കാം? പോസിറ്റീവ് പീക്ക് മൈനസ് നെഗറ്റീവ് പീക്ക്. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു സൈൻ വേവിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എങ്ങനെ കാണാം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഞാൻ ആ സൈൻ വേവിനെ ഞാൻ ഇവിടെ സൈൻ വേവിനെ വരയ്ക്കുകയാണ്. നമുക്കറിയാം ഇവിടെ നമ്മൾ ω t എന്ന് പറഞ്ഞിട്ടാണ് വരയ്ക്കുക. ഞാനൊരു പോസിറ്റീവ് വാല്യൂ എടുത്തു, ഒരു നെഗറ്റീവ് വാല്യൂ എടുത്തു, വീണ്ടും ഒരു പോസിറ്റീവ് വാല്യൂ ഇവിടെ കാണിച്ചു. ഇതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മൾ നോക്കിയത്? ഇതിനകത്ത് നോക്കിയ സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതാണ്
ടി അല്ലേ, ഇതാണ് T/2 എന്ന് മനസ്സിലായി. ഈ വാല്യൂ ആണ് നമ്മുടെ T/4 എന്ന് മനസ്സിലായി. ഇതേ കാര്യം തന്നെ എനിക്ക് ടൈമിൽ എഴുതുന്നതിന്റെ കൂടാതെ ഒമേഗ ടിയിൽ എഴുതുമ്പോൾ ദിസ് വാല്യൂ ഈസ് 2π, ദിസ് വാല്യൂ ഈസ് π, ദിസ് വാല്യൂ ഈസ് π/2. അപ്പൊ ഇവിടെ എനിക്കൊരു മാക്സിമം വാല്യൂ കിട്ടുന്നുണ്ട്. ഇതാണ് എൻ്റെ VM. ഈ എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്ന VM എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഞാൻ ഒരു വാല്യൂ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഐ ആം ഹാവിങ് എ സൈൻ വേവ് which is represented as, or we are writing that the VM value is equal to say 100 volt. VM value എന്ന് പറയുന്നത് 100 volt ആണ്. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സേ ഐ ആം ടേക്കിംഗ് ഇറ്റ് ആസ് 50 ഹെർട്സ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാം. ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ടൈം പീരീഡ് എന്തായിരിക്കും? T വിൽ ബി 1/f, അതായത് 1/50 ഹെർട്സ്. 1/50 ചെയ്യുമ്പം 0.002 സെക്കൻഡ്സ് എന്ന് കിട്ടും അല്ലെ. 1/50 ഈസ് 0.02 അല്ലെ, 0.02, അതായത് ഇത് 20 മില്ലി സെക്കൻഡ്. ദിസ് വാല്യൂ ഈസ് 20 മില്ലി സെക്കൻഡ്. അപ്പൊ ഞാൻ ഇവിടെ ആ വേവ് ഫോമിൽ ഞാൻ ആ വാല്യൂസ് മാർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇത് T എന്ന് പറയുന്നത് ഇത് 20 മില്ലി സെക്കൻഡ് ആയിരിക്കും. അപ്പൊ T/2 എന്ന് പറയുന്നത് 10 മില്ലി സെക്കൻഡ് ആയിരിക്കും. T/4 എന്ന് പറയുന്നത് 5 മില്ലി സെക്കൻഡ് ആയിരിക്കും. ഇനിയാണ് ഇതിന്റെ വാല്യൂസ് വരുന്നത്. അപ്പം മറ്റേത് π/2 πയും 2π എന്ന രീതിയിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ പർട്ടിക്കുലർ വേവ് ഫോമിൽ നമ്മൾ എങ്ങനെ എഴുതാം? V of t is equal to VM നമ്മൾ എത്ര എടുത്ത? 100 into sin ഒമേഗ ടി. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. 2πf അല്ലെങ്കിൽ 2π/t into t. അതായത് ഒമേഗ എന്ന് പറഞ്ഞാൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2πf. നമുക്ക് ഓൾറെഡി അറിയാം f എന്ന് പറഞ്ഞാൽ 1/t ആണ്. സോ ദിസ് ഈസ് സെയിം ആസ് 2π/t. So how can you write this as 100 sin 2π/t അല്ലെങ്കിൽ 2π into f. രണ്ട് രീതിയിലൂടെ എഴുതാം. This is 100 sin 2π/t. ഈ സ്മോൾ t എന്ന് പറയുന്നത് വേരിയബിൾ ആണ്, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അത് കോൺസ്റ്റന്റ് അല്ല. അപ്പൊ f എന്ന് പറഞ്ഞാൽ ഞാൻ 50 ഹെർട്സ് എടുക്കും. അപ്പൊ 2π into 50 into t. So this is 100 sin 100/t. 100 sin 100/t എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ഇതിനെ എഴുതാൻ പറ്റും, നമ്മളുടെ എക്സ്പ്രഷൻ. ഇനി ഇതിനകത്ത് നമുക്കിതിനെ വേറെ രീതിയിൽ എഴുതുവാണെങ്കിൽ ഈ സെയിം നമ്മൾ എങ്ങനെ എഴുതാം? 100 sin 2π/t അല്ലെ, 2π/t into t എന്ന് എഴുതാൻ പറ്റും. 100 sin 2π/t into t എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ? അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എടുക്കാൻ പോവാണ്. സേ ലെറ്റ് സ്മോൾ t is equal to t/4. സ്മോൾ t is equal to t/4 എന്നുള്ള വാല്യൂ. അപ്പൊ അതായത് ഈ ഇൻസ്റ്റന്റ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഗ്രാഫ് നമുക്ക് മനസ്സിലായി അതിന്റെ വാല്യൂ VM ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ P of t എന്ന് പറഞ്ഞാൽ t/4 is equal to 100 sin 2π/t into സ്മോൾ t ന്റെ വാല്യൂ t/4. അപ്പൊ t യും t യും ക്യാൻസൽ ആയി പോയി. 100 sin π/2. sin π/2 ന്റെ വാല്യൂ 1 ആണെന്നറിയാം. സോ ദിസ് ഈസ് 100 into 1 which is equal to 100. കണ്ടോ, നമുക്ക് 100 എന്നുള്ള വാല്യൂ കിട്ടിയില്ലേ?
ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ടിയും കൂടെ കൺസിഡർ ചെയ്യാം. സെ ടി ഈസ് ഈക്വൽ ടു ടി ബൈ ടു എടുത്ത് നോക്കാം. ടി ഈസ് ഈക്വൽ ടു ടി ബൈ ടു എടുക്കുമ്പം അതേ ഫംഗ്ഷന്റെ വാല്യൂ വി ഓഫ് ടി ബൈ ടു എടുക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 100 സൈൻ 2 പൈ ബൈ ടി ഇൻറ്റു സ്മോൾ ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ടി ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 100 സൈൻ ടിയും ടിയും ക്യാൻസലായി, ടൂവും ടൂവും ക്യാൻസലായി, സൈൻ പൈ വിച്ച് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു സൈൻ 180 നമുക്കറിയാം 0 ആണ്, 0 വിച്ച് ഈസ് ഈക്വൽ ടു 100. ഇവിടെ അത് കിട്ടി കണ്ടോ, ടി ഈസ് ഈക്വൽ ടു ടി ബൈ ടു കൊടുത്തപ്പോൾ നമ്മൾ ഈ പോയിന്റാണ് ഇവാലുവേറ്റ് ചെയ്തത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് അവിടെ കിട്ടി, ഒരു പർട്ടിക്കുലർ വാല്യൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ രീതിയിൽ നമുക്ക് ഏത് വാല്യൂവിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. So this is the way in which how we are calculating the instantaneous value of the sinusoidal waveform. Now we can just see how we can draw the waveforms if I am having another parameter here. Okay, and ഇവിടെ നമ്മൾ പറഞ്ഞു സൈൻ ഒമേഗ ടി വി എം ഇക്വൽ ടു സൈൻ ഒമേഗ ടി എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു എക്സ്ട്രാ പാരാമീറ്റർ ഞാൻ ഇവിടെ ആഡ് ചെയ്യും. അത് എന്താണെന്ന് ഞങ്ങൾക്ക് പറയുന്നില്ല. സോ ഐ ഹാവ് ആഡഡ് an ആംഗിൾ. ഒരു ആംഗിൾ ഞാൻ ഇതിൻ്റെ അപ്പം ഒമേഗ ടി എന്ന് പറയുന്ന ഒരു ആംഗിളാണ് നമുക്കറിയാം. അതുകൂടാതെ നമ്മൾ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഞാൻ ഇവിടെ ജനറൽ എക്സ്പ്രഷനകത്ത് ആഡ് ചെയ്തു. അപ്പം അതിന്റെ വാല്യൂ 0 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ എഴുതിയ പോലെ തന്നെ, എൻ്റെ പ്രീവിയസ്ലി എഴുതിയ പോലെ തന്നെ വി ഓഫ് ടി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി എന്ന് തന്നെ എഴുതാം. അപ്പം ആ തീറ്റ എന്ന് പറയുന്നത് എന്തോ ഒരു സിഗ്നിഫിക്കൻസ് ഉള്ള സാധനം. അപ്പോൾ അതിനകത്ത് ഞാൻ എടുക്കുകയാണ്, രണ്ട് പാരാമീറ്റർ എടുക്കുകയാണ്. V1 എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ എടുത്തു, Vm1 സൈൻ ഒമേഗ ടി. I1 എന്നൊരു പാരാമീറ്റർ എടുത്തു, Im1 സൈൻ ഒമേഗ ടി മൈനസ് തീറ്റ. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, here I have given the value that theta is equal to -30. അങ്ങനെ ഒരു വാല്യൂ കൂടെ അവിടെ കൊടുക്കാം. അപ്പൊ അങ്ങനെ ഒരു വാല്യൂ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരും നമ്മളുടെ രണ്ട് വേവ് ഫോം. അപ്പൊ അതിൽ ബ്ലൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത് വി എം സൈൻ ഒമേഗ ടി. അപ്പൊ ഈ രണ്ട് വേവ് ഫോംസ് നോക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം ഈ കാര്യം. ഈ രണ്ട് വേവ് ഫോംസ് നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടിൻ്റെയും ഫ്രീക്വൻസി സെയിം ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഒമേഗ ടി. ഒമേഗ ഇസ് ഇക്വൽ ടു 2πf. രണ്ടിൻ്റെയും ഒമേഗ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് സിഗ്നലുകളുടെ ഫ്രീക്വൻസിയും സെയിം ആണ്. ഒരു സിഗ്നലിന്റെ ഫ്രീക്വൻസി 100 ഹെർട്സ് ആണെങ്കിൽ മറ്റേ സിഗ്നലിന്റെ ഫ്രീക്വൻസി 100 ഹെർട്സ് തന്നെയാണ്. പക്ഷെ ഇവിടെ നോക്കൂ, ബ്ലൂവിൽ കാണിച്ചിരിക്കുന്ന സിഗ്നല് റെഡ് ആണ് എൻ്റെ വോൾട്ടേജ് വേവ് ഫോം. അതായത് ഇതാണ് എൻ്റെ V1 ഓഫ് ടി, ഇതാണ് എൻ്റെ V1. കറണ്ട് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് റെഡ് കളർ. അപ്പൊ ഇതാണ് എൻ്റെ I1. ഇത് നോക്കുമ്പോൾ ഒരു കാര്യം കണ്ടില്ലേ, ഈ രണ്ട് വേവ് ഫോമിന്റെ ഫ്രീക്വൻസി സെയിം ആണ്. പക്ഷേ ഇത് തമ്മിൽ കണ്ടോ ഒരു ഷിഫ്റ്റ് ഉണ്ട് ഇവിടെ. ആ ഷിഫ്റ്റ് എത്രയാണ് എന്നുള്ളതാണ് ഞാൻ ഈ പാരാമീറ്റർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, തീറ്റ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ -30 ആണ് ഇവിടെ, തീറ്റയുടെ വാല്യൂ -30 ആണ്. അപ്പോൾ എൻ്റെ ബ്ലൂ വേവ് ഫോം ആയ വോൾട്ടേജ് വേവ് ഫോം തുടങ്ങിയത് ഈ പോയിന്റിലാണ്. അത് തുടങ്ങിയിട്ട് ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞിട്ടേ എൻ്റെ റെഡ് വേവ് ഫോം തുടങ്ങിയിട്ടുള്ളൂ. എന്നിട്ട് പറയാം, ഞാനിവിടെ കാണിച്ചിരിക്കുന്ന തീറ്റ, ഞാൻ എടുത്തിരിക്കുന്ന തീറ്റ വി എം സൈൻ ഒമേഗ ടി എന്ന നമ്മുടെ സിനുസോയ്ഡൽ വേവ് ഫോം റെപ്രസെന്റേഷൻ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അതിലേക്ക് ഞാൻ ഒരു എക്സ്ട്രാ പാരാമീറ്റർ ആഡ് ചെയ്യുകയാണ് തീറ്റ. അപ്പോൾ വി എം സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ എന്നൊരു ടേം ആഡ് ചെയ്തു. അപ്പോൾ ആ തീറ്റയ്ക്ക് ഞാൻ ഒരു വാല്യൂ വെറുതെ കൊടുക്കണം. ആ തീറ്റയ്ക്ക് ഞാൻ -30 എന്നൊരു വാല്യൂ കൊടുത്തു. അപ്പോൾ ഞാൻ പ്ലോട്ട് ചെയ്തപ്പോൾ എൻ്റെ വേവ് ഫോം അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ രണ്ട് ആംപ്ലിറ്റ്യൂഡിൽ വരയ്ക്കാനുള്ള കാരണം വോൾട്ടേജിനെക്കാളും എപ്പോഴും കുറവായിരിക്കുമല്ലോ കറണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വോൾട്ടേജിനെക്കാളും ചെറിയ വാല്യൂ ആയിട്ട്, പീക്ക് വാല്യൂ ആയിട്ട് ഞാൻ കറണ്ടിനെ വരച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഫ്രീക്വൻസി സെയിം ആണ്. പക്ഷേ വോൾട്ടേജ് വേവ് ഫോം വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ കറണ്ട് വേവ് ഫോം തുടങ്ങിയിരിക്കുന്നത്. അതാണ് ഈ ഡിഫറൻസ്. ഇവിടെ കണ്ടോ, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് വേവ് ഫോം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ കറണ്ട് വേവ് ഫോം ഇവിടെയേ തുടങ്ങിയിട്ടുള്ളൂ. സോ ദിസ് -30 സ്പെസിഫൈസ് ദാറ്റ് ആഫ്റ്റർ 30 degree ഓൺലി യുവർ കറണ്ട് വേവ് ഫോം ഈസ് സ്റ്റാർട്ടിങ്, വിച്ച് ഷോസ് ദാറ്റ്
your current waveform is delayed by 30 degree when we are comparing with the voltage. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറയാം. തീറ്റയുടെ വാല്യൂ ഞാൻ -30 എന്ന് കൺസിഡർ ചെയ്തു. -30 എന്ന് കൺസിഡർ ചെയ്തപ്പോൾ വോൾട്ടേജ് വേവ് ഫോം തുടങ്ങിക്കഴിഞ്ഞ്, കണ്ടോ, വോൾട്ടേജ് വേവ് ഫോമിൻ്റെ 0 ഇവിടെയാണ്, കറണ്ട് വേവ് ഫോമിൻ്റെ 0 ഇവിടെയാണ്. എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് വേവ് ഫോം തുടങ്ങി ഒരു 30 ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ തീറ്റയായിട്ട് എടുക്കുകയാണെങ്കിൽ ആ തീറ്റ 30 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ കറണ്ട് വേവ് ഫോം തുടങ്ങിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതൊന്ന് എന്ത് മനസ്സിലാക്കാം, ആ വേവ് ഫോം മറ്റേ വേവ് ഫോം കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇനി അതിന് പകരം ഞാൻ വേറൊരു എക്സാമ്പിൾ എടുത്തു. ഇത് തന്നെ സൈൻ ഒമേഗ V1 = Vm1 സൈൻ ഒമേഗ ടി എന്ന് എടുത്തു. I1 = Im1 സൈൻ ഒമേഗ ടി +90 എന്ന് എടുത്തു. +90 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ മൈനസ് എടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ അത് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വോൾട്ടേജ് വേവ് ഫോം തുടങ്ങുന്നത് ഇവിടെയാണ്, T = 0. പക്ഷേ നിങ്ങളുടെ കറണ്ട് വേവ് ഫോം ഉണ്ടോ, ഇവിടെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. അപ്പം +90 എന്ന് പറയുന്ന സമയത്ത് ആ വേവ് ഫോമാണ് ഈ വേവ് ഫോമിനെക്കാട്ടിലും മുന്നേ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ തീറ്റ എന്ന് പറഞ്ഞ് സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് പറഞ്ഞ് ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പാരാമീറ്റർ നിങ്ങളുടെ സിഗ്നലിനെ വലത് ഭാഗത്തേക്കോ ഇടത് ഭാഗത്തേക്കോ മൂവ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സിഗ്നൽ അതുപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക, സിഗ്നലിനെ നിങ്ങൾ മൂവ് ചെയ്യിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഒറിജിനൽ ഈ രണ്ട് വേവ് ഫോം ഒന്നിന് താഴെ ഒന്നായിട്ട് ഞാനിവിടെ വരയ്ക്കാം. എൻ്റെ അടുത്ത് ഒരു വേവ് ഫോം ഇവിടെ ഇങ്ങനെയുണ്ട്, ഒരു വേവ് ഫോം ഇവിടെ ഇങ്ങനെയുണ്ട്. എൻ്റെ അടുത്ത് വേറൊരു വേവ് ഫോം ഇവിടെയുണ്ട്. ഈ വേവ് ഫോമിൽ നിന്നും എൻ്റെ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയാണ്, +90 ഡിഗ്രിയാണ്. അപ്പം 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതാണ് അല്ലേ, ദിസ് ഈസ് 90 ഡിഗ്രി. അതിന് എന്നോട് എപ്പോഴും പറയിപ്പിക്കരുത്, ഇത് π/2 90, ഇത് π180, ഇത് 3π/2 270, ഇത് 2π അഥവാ 360. അപ്പം ഇവിടെ നിന്നുമാണ് ഈ സിഗ്നൽ ഇനി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇത് ഇപ്പം സൈൻ ഒമേഗ ടി ആണെങ്കിൽ ഇത് സൈൻ ഒമേഗ ടി +90 ആണ്. അപ്പോൾ 90 ആവുന്ന സമയത്ത് ഇത് 0, ഇത് 0 ആവുന്ന സമയത്ത് ഇത് മാക്സിമം, ഇത് നെഗറ്റീവ് ആവുന്ന സമയത്ത് വീണ്ടും 0, ഇത് 0 ആവുന്ന സമയത്ത് മാക്സിമം, അടുത്ത സമയത്ത് ഇത് വീണ്ടും 0. അപ്പം നിങ്ങളുടെ സിഗ്നൽ ഇങ്ങനെ വരും. ഇത് രണ്ട് സിഗ്നലും സെയിമാണ്, സൈൻ ഒമേഗ ടി ആണ്. പക്ഷെ രണ്ടാമത്തെ സിഗ്നൽ എന്താ, അത് സൈൻ ഒമേഗ ടി +90 ആണ്. അപ്പോൾ 90 +90 എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി വലത് ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അതേപോലെ സൈൻ ഒമേഗ ടി ദിസ് ഈസ് സൈൻ ഒമേഗ ടി -90 ആണ്. ക്ഷമിക്കണം, സോറി ദിസ് ഈസ് സൈൻ ഒമേഗ ടി -90. അപ്പം -90 എന്ന് പറയുമ്പോൾ വലത് ഭാഗത്തേക്ക് മൂവ് ചെയ്യും. ഇനി ഇതേപോലെ തന്നെ ഈ സിഗ്നലിനെ സൈൻ ഒമേഗ ടി +90 ആയിട്ട് വരയ്ക്കാം. ദ സെയിം സിഗ്നൽ ക്യാൻ ബി ഡ്രോൺ ആസ് സൈൻ ഒമേഗ ടി +90. അപ്പോൾ ഒരു 90 ഡിഗ്രി മുന്നേ ആയിരിക്കും ഈ സിഗ്നൽ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ 0 വന്ന് ഇവിടെ -1 ഇവിടെ 0 ഉണ്ടോ. ഇത് സൈൻ ഒമേഗ ടി സൈൻ ഒമേഗ ടി +90, സൈൻ ഒമേഗ ടി +90. അപ്പോൾ സൈൻ ഒമേഗ ടി +90 എന്ന് പറയുമ്പോൾ അത് ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് +θ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സിഗ്നൽ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും, -θ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സിഗ്നൽ വലത് ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇത് എന്താണ് ഈ സംഭവം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന വേവ് ഫോമിനെ നിങ്ങൾ ഹൊറിസോണ്ടലി വലത് ഭാഗത്തേക്കോ ഇടത് ഭാഗത്തേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. So the parameter theta, so if you are writing in the general expression Vm sin omega t plus theta എന്ന് എഴുതിയാൽ നമുക്കറിയാം this is angular frequency. So this thing is your phase, നിങ്ങളുടെ ഫേസ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആവുമ്പോൾ, ദാറ്റ് ഈസ് if your theta is positive, the signal will shift to the left,
And if your theta is negative, this will shift to the right. If it is shifting to the left, that is called as delaying. നിങ്ങളുടെ സിഗ്നൽ ഡിലേ ആവും. Sorry. Your signal is shifting to the signal is shifting to the left, that is known as advancing. And if your signal is shifting to the right, that is called delaying. അപ്പം നിങ്ങളുടെ സിഗ്നൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിഗ്നൽ ഡിലേ ആവും. അതിന് പകരം നിങ്ങളുടെ സിഗ്നൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സിഗ്നൽ അഡ്വാൻസ് ചെയ്യാണ്. കാരണം നമ്മൾ ടൈം ആക്സിസിലാണ് ഇത് വലത്തോട്ട് ഇടത്തോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ ടൈം ആക്സിസിൽ വലത്തോട്ട് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരേണ്ടതിന് പകരം കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് എ ഡിലേ. പക്ഷെ നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ എക്സ് ആക്സിസിൽ നിങ്ങൾ ഇടതുഭാഗത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് മുന്നേ ടൈം കുറച്ച് മുന്നേ വരാം. സോ യുവർ സിഗ്നൽ ഈസ് ആക്ച്വലി അഡ്വാൻസിങ്. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ സിഗ്നലിൽ ഫേസ് കാരണം ഡിലേ സംഭവിക്കുകയോ അഡ്വാൻസ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഒറിജിനൽ ഒരു എ സി സിഗ്നലിന്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം VM sin ω t പ്ലസ് തീറ്റ എന്നും കൂടി വരും. അപ്പൊ തീറ്റ 0 ആയി കഴിഞ്ഞാൽ ഒരു നോർമൽ സിഗ്നൽ ആയിരിക്കും. തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ സിഗ്നൽ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും, അതായത് നിങ്ങളുടെ സിഗ്നൽ അഡ്വാൻസ് ചെയ്യും. തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ സിഗ്നൽ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും, അതായത് നിങ്ങളുടെ സിഗ്നൽ ഡിലേഡ് ആവും. എന്താണ് ഈ കൺസെപ്റ്റ്? അപ്പൊ ആ 3 വാല്യൂസ്, ആ 3 എണ്ണമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ സിഗ്നൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹിയർ യുവർ തീറ്റ വാല്യൂ ഈസ് നെഗറ്റീവ്. യുവർ തീറ്റ വാല്യൂ ഈസ് നെഗറ്റീവ്, അതായത് കറണ്ടിന്റെ വേവ് തീറ്റ വാല്യൂ ഈസ് നെഗറ്റീവ്. അപ്പൊ തീറ്റ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ സിഗ്നൽ ഡിലേഡ് ആവുകയാണ്. അപ്പൊ ഡിലേ ആവുന്നു എന്ന് പറഞ്ഞാൽ വി ആർ കോളിംഗ് ദാറ്റ് ഇസ് എ ലാഗിങ് വേവ്. ബട്ട് ഇവിടെയോ യുവർ തീറ്റ ഈസ് പോസിറ്റീവ്, സോ യുവർ സിഗ്നൽ ഷിഫ്റ്റഡ് ടു ദ ലെഫ്റ്റ്. അപ്പൊ നിങ്ങളുടെ കറണ്ട് വേവ് ഫോം ആയ റെഡ് വേവ് ഫോം ബ്ലൂ വേവ് ഫോം വരുന്നതിന് മുന്നെയാണ് വരുന്നത്. സോ ദിസ് ഈസ് എ ലീഡിങ് വേവ് ഫോം. ഓക്കെ, ഈ താഴെ കാണിച്ചിരിക്കുന്നത് തീറ്റ 0 ആണ്. അപ്പോൾ കറണ്ടും വോൾട്ടേജും ഒരേ സമയത്ത് തുടങ്ങി ഒരേ സമയത്ത് തീരുന്നു. അപ്പൊ ഇവിടെ ഫേസ് ഷിഫ്റ്റ് ഇല്ല. ഓക്കെ, ഇവിടെ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ആദ്യം കാണിച്ചാൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് വലത് ഭാഗത്തേക്കാണ്. ഫേസ് ഷിഫ്റ്റ് വലത് ഭാഗത്തേക്കാണെങ്കിൽ നിങ്ങളുടെ സിഗ്നലിൽ ലാഗ് ചെയ്യും. രണ്ടാമത് കാണിച്ചാൽ ഫേസ് ഷിഫ്റ്റ് പോസിറ്റീവ് ആണ്, തീറ്റ പോസിറ്റീവ് ആണ്. തീറ്റ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിഗ്നൽ ഇടത് ഭാഗത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക, അപ്പൊ നിങ്ങളുടെ സിഗ്നൽ ലീഡ് ചെയ്യും. ഓക്കെ, ഇനി തീറ്റയുടെ വാല്യൂ 0 ആണ് എന്നുണ്ടെങ്കിൽ അവിടെ സിഗ്നൽ ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും ഒന്നും ഷിഫ്റ്റ് ചെയ്യുന്നില്ല, സിഗ്നൽ റിമെയിൻസ് ദ സെയിം. അപ്പം ആ സമയത്ത് എന്തില്ല, ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇല്ല. അപ്പം എങ്ങനെയാണ് ഈ രീതിയിലാണ് നമ്മൾ ഫേസ് ഷിഫ്റ്റിനെ എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യം മനസ്സിൽ വിചാരിക്കുക. വി ഓഫ് ടി ഈസ് ഈക്വൽ ടു VM sin ω t പ്ലസ് തീറ്റ എന്ന് പറയും. അപ്പോൾ തീറ്റ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഫേസ്. ആ തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ സിഗ്നൽ അഡ്വാൻസ് ചെയ്യും, അതായത് നിങ്ങൾക്കൊരു ലീഡിങ് സിഗ്നൽ കിട്ടും. തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ സിഗ്നൽ പിന്നെ വരുള്ളൂ, അപ്പം നിങ്ങൾക്കൊരു ഡിലേഡ് സിഗ്നൽ കിട്ടും. അതിനെ നമ്മൾ ലാഗിങ് വേവ് ഫോം എന്ന് പറയും. തീറ്റ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലുകൾ തമ്മിൽ യാതൊരു വ്യത്യസ്ത രീതിയിലുള്ള ഫേസ് ഷിഫ്റ്റും ഇല്ല, ഒരേ സമയം തുടങ്ങി ഒരേ സമയം തന്നെ ആയിരിക്കും അത് തീരുന്നത്, ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസം ഉണ്ടെങ്കിൽ. എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ? Okay. Now we are going to see the other 2 parameters, which is called the average value and the RMS value. എന്ന 2 പാരാമീറ്റർ കാണാൻ പോകുന്നത്. സോ ആവറേജ് വാല്യൂ അഥവാ മെയിൻ വാല്യൂ. ഫസ്റ്റ് നമുക്ക് ഡെഫിനേഷനിലേക്ക് പോവാം. ആവറേജ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ദാറ്റ് വാല്യൂ ഓഫ് സ്റ്റഡി കറണ്ട് which sends the same amount of charge through a circuit in a certain time interval as is sent by an alternating current
ത്രൂ ദ സെയിം സർക്യൂട്ട് ഇൻ ദ സെയിം ടൈം ഇൻ്റർവൽ. അപ്പം വലുതാണെന്ന് വിചാരിച്ചിട്ട് കൺഫ്യൂഷൻ ആവണ്ട, അതെന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ആവറേജ് വാല്യൂ ഓഫ് എൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ആവറേജ് വാല്യൂ ഉള്ളൂ, ഡയറക്റ്റ് കറണ്ടിന് ആവറേജ് വാല്യൂ ഇല്ല. അപ്പോൾ എന്താണ് ആവറേജ് വാല്യൂ ഓഫ് എ സി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ സ്റ്റഡി കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഡി സി കറണ്ട് വിച്ച് സെൻസ് ദ സെയിം എമൗണ്ട് ഓഫ് ചാർജ് ത്രൂ എ സർക്യൂട്ട് ഇൻ എ സർട്ടൻ ടൈം ഇൻ്റർവൽ. അപ്പം ഞാൻ എടുക്കുകയാണ് ഇവിടെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു റെസിസ്റ്റർ എടുക്കുകയാണ്. റെസിസ്റ്റർ എടുത്തു, വാല്യൂ ആർ. ഇതിൽ കൂടെ ഞാനൊരു കറണ്ട് സെൻഡ് ചെയ്തു. ഓക്കെ, ഐ ഡി സി എന്നൊരു കറണ്ട് സെൻഡ് ചെയ്തു. ഐ ഡി സി എന്നൊരു കറണ്ട് സെൻഡ് ചെയ്തു. എത്ര നേരത്തേക്ക് ഞാൻ സെൻഡ് ചെയ്തത്? ടി സെക്കൻഡ്സിലേക്ക് ഞാൻ ഇതിൽ സെൻഡ് ചെയ്ത്. ഓക്കെ, അപ്പം നമുക്കറിയാം ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി എന്നറിയാം അല്ലേ? ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കറണ്ട് ഡെഫിനേഷൻ എന്താ പഠിച്ചത്? ക്യൂ ബൈ ടി എന്ന്. അപ്പോൾ ക്യൂ എന്താണ്? ഐ ഇൻറ്റു ടി ആണ്. അപ്പോൾ ഇവിടുത്തെ ക്യൂ എന്ന് പറഞ്ഞാൽ ഐ ഡി സി ഇൻറ്റു ടി ആണ്. ഓക്കെ, ഞാൻ എടുക്കുകയാണ് ഐ ഡി സി എന്ന് പറയുന്നത് 5 ആംപിയർ ആണ് എടുത്തത്. ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ്സ് ആണ് എടുത്തത്. അപ്പം ഇതിൽ കൂടെ പോയ ചാർജ്, ഈ ഡയറക്റ്റ് കറണ്ട് അതായത് സ്റ്റഡി കറണ്ട് പോയത് കാരണം ഇതിനകത്ത് ഉണ്ടായ ചാർജ് എന്ന് പറയുന്നത് 5 ആംപിയർ ഇൻറ്റു 10 സെക്കൻഡ്സ് ആണ്. അതായത് 50 കൂളുംബ് ഓഫ് ചാർജ് ആണ് ഇതിൽ കൂടെ പോയത്. ഇനി അതേ റെസിസ്റ്റൻസ് ഞാൻ എടുത്തു, ഇതിൽ കൂടി ഞാനൊരു എ സി കറണ്ട് പാസ് ചെയ്തു. അതിൻ്റെ വാല്യൂ എനിക്കറിയില്ല. സെയിം റെസിസ്റ്റൻസ് ആണ്, പാസ് ചെയ്തത് സെയിം 10 സെക്കൻഡ് നേരത്തേക്കാണ്. അപ്പം ഇതിൽ കൂടി ഞാൻ മനസ്സിലാക്കി, ഇതിൽ കൂടി എനിക്ക് ടോട്ടൽ 50 കുളുമ്പ് ചാർജ് ഫ്ലോ ചെയ്തു എന്ന് ഞാൻ മെഷർ ചെയ്തു. വിച്ച് ഈസ് സെയിം ആസ് ഞാൻ ഡി സി കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 50 കുളുമ്പ് ചാർജാണ്. ഞാൻ ഒരു എ സി കറണ്ട് ഞാൻ ഇതിൽ കടത്തി വിട്ടപ്പോൾ എനിക്ക് 50 കുളുമ്പ് ചാർജ് തന്നെ കിട്ടിയത്. ഇത് നമുക്ക് വീണ്ടും അറിയാം, ക്യൂ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ടി ആണ്. ഇവിടെ ടി എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ ആവറേജ് കറണ്ട് ആയിരിക്കും. ആ എ സിയുടെ ആവറേജ് കറണ്ട് ആയിരിക്കും. അപ്പം ഒരു എ സി കറണ്ടിന് നമുക്ക് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതിലൊരു റെപ്രസെൻറ്റേഷനാണ് ആവറേജ് വാല്യൂ. അപ്പം ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒന്നുകൂടെ പറയാം, ഒരു സ്റ്റഡി കറണ്ട് ഞാൻ ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് ഞാൻ സെൻഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ചാർജ് എത്രയാണോ അത്രയും ചാർജ് അത്രയും സമയത്തേക്ക് ഒരു എ സി കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ കിട്ടി എന്നുണ്ടെങ്കിൽ ആ എ സി കറണ്ടിൻ്റെ ആ വാല്യൂ എന്ന് പറയുന്നതാണ് ആവറേജ് വാല്യൂ. അതാണ് ആ സെൻറ്റൻസിൽ പറയുന്നത്. ഒരു ഡി സി കറണ്ട്, ഒരു സ്റ്റഡി കറണ്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് നേരത്തേക്ക് ഞാൻ സെൻഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ എമൗണ്ട് ഓഫ് ചാർജ് ഒരു എ സി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴും അത് തന്നെ കിട്ടി എന്നുണ്ടെങ്കിൽ ആ എ സി കറണ്ടിൻ്റെ സെൻഡ് ചെയ്ത എ സി കറണ്ടിൻ്റെ ആവറേജ് വാല്യൂ ആണ് ആ ഡി സി കറണ്ടിൻ്റെ വാല്യൂ. അപ്പം ഇപ്പം ഞാൻ സെൻഡ് ചെയ്ത ഈ എ സി കറണ്ടില്ലേ, ഈ എ സി കറണ്ടിൻ്റെ എന്താണ് 5? ആവറേജ് വാല്യൂ ആണ് 5 ആംപിയർ. കാരണം എന്താണ്? ദിസ് വിൽ ബി സെയിം ആസ് ദിസ്. ഒരു എ സി കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ എനിക്ക് എത്ര ചാർജ് കിട്ടിയോ, ഓക്കെ, അത് ഒരു ഡി സി കറണ്ട് ഫ്ലോ ചെയ്യുമ്പം എത്ര ചാർജ് കിട്ടുന്നു എന്നുള്ളത് നോക്കാം. ആ ഡി സി കറണ്ടിൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും ആ എ സി കറണ്ടിൻ്റെ ആവറേജ് വാല്യൂ. Okay, so this is the definition of the average value. So the question here is that what is actually, what do you mean by an average value and all? For example, ഞാൻ ഇവിടെ ആദ്യം സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഒരു കാര്യം പറയാം. എനിക്ക് ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഇംഗ്ലീഷിന് എനിക്ക് 100-ൽ 80 മാർക്ക് കിട്ടി, മാത്സിന് എനിക്ക് 90 മാർക്ക് കിട്ടി, ഫിസിക്സിന് എനിക്ക് 85 മാർക്ക് കിട്ടി, കെമിസ്ട്രിക്ക് എനിക്ക് 75 മാർക്ക് കിട്ടി.
അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആവറേജ് എത്രയാണ് എന്നിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 80 പ്ലസ് 90 പ്ലസ് 85 പ്ലസ് 75 ഡിവൈഡഡ് ബൈ എത്ര സബ്ജക്റ്റുകളാണ്? 4 സബ്ജക്റ്റുകൾ. ശരിയല്ലേ? അപ്പം ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആവറേജ് വാല്യൂ. അപ്പോൾ ഒരു സിഗ്നലിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഞാൻ 4 വാല്യൂ എടുക്കുകയാണ്. 10, 15, 15, 20. അപ്പം ഞാൻ ഇങ്ങനെ 4 വാല്യൂ ഉള്ളൊരു സിഗ്നൽ ഇവിടെ എടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ എടുക്കുകയാണ് 1, 2, 3, 4, 4 പോയിന്റ് എടുത്തു. ഇവിടെ 4 പോയിന്റ് എടുത്തു. 10, 15, 20. അപ്പോൾ ഏറ്റവും ആദ്യത്തെ വാല്യൂ 10, രണ്ടാമത്തെ വാല്യൂ 15, മൂന്നാമത്തെ വാല്യൂ 15, നാലാമത് അതിൻ്റെ വാല്യൂ 20. നാലാമത് അതിൻ്റെ വാല്യൂ 20. കിട്ടില്ലേ? അപ്പം ഇവിടെ നമുക്ക് ഇതിൻ്റെ ആവറേജ് വാല്യൂ കാണണം. ഇതിൻ്റെ ആവറേജ് വാല്യൂ കാണണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഈ ഒരു പോർഷൻ എടുക്കണം. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് റെക്ടാങ്കിൾ 10 × 1 ആണ്. ഈ രണ്ടാമത്തെ പോർഷൻ ഇതാണ് അല്ലേ? ഈ പോർഷൻ എങ്ങനെയാണ്? ഇതൊരു റെക്ടാങ്കിൾ ആണ്, 15 × 2 ആണ്. പിന്നെ ഉള്ളത് ഈ ഒരു പോർഷൻ. ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 20 × 1 ആണ് അല്ലേ? കാരണം ഹൈറ്റ് നോക്കുക, ബേസ് നോക്കുക. ആദ്യത്തെ സ്ക്വയർ ഹൈറ്റ് 10, ബേസ് 1. രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് 15, ബേസ് 3 - 1 2. മൂന്നാമത്തെ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് 20, ബേസ് 4 - 3 1 അല്ലേ? അപ്പൊ ഇതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 10 × 1 പ്ലസ് 15 × 2 പ്ലസ് 20 × 1 ഡിവൈഡഡ് ബൈ എത്രയുള്ളത്? 4. ഡിവൈഡഡ് ബൈ 4. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് വാല്യൂ കണ്ടുപിടിച്ചത്. അപ്പൊ ജനറലി നമുക്ക് എന്ത് പറയാം? ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈസ് ദ ഏരിയ അണ്ടർ ദ കർവ്. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കർവ് ഉണ്ടെങ്കിൽ ആ കർവിൻ്റെ അടിയിലുള്ള ഏരിയയാണ്. അപ്പോൾ ഇതിനകത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിങ്ങനെ സ്ക്വയർ പോലെ കാണിച്ചു. എൻ്റെ അടുത്തുള്ള ഒരു വേവ് ഫോം ഇങ്ങനെയാണ്. ഇത് ടൈം, ഇത് v(t). ഈ പോയിന്റ് എന്ന് പറയുന്നത് t0, ഈ പോയിന്റ് എന്ന് പറയുന്നത് t1. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്താണ് എന്നാണ്. വാട്ട് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് v(t). ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതാണ് ഇതിൻ്റെ അടിയിലുള്ള ഏരിയ. ഈ ഏരിയ അണ്ടർ ദ കർവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കാൻ ഉള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഇന്റഗ്രേഷൻ. സോ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രേഷൻ, ടു ഇന്റഗ്രേറ്റ് ദി സിഗ്നൽ. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? v(t) ആണ് നിങ്ങളുടെ സിഗ്നൽ അല്ലേ? അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. എന്ത്? വിത്ത് റെസ്പെക്ട് ടു ടൈം dt. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എവിടെ മുതൽ എവിടെ വരെയാ? ഇതിന് നോൺ സീറോ ആയിട്ടുള്ള വാല്യൂ എവിടെയാണുള്ളത് അവിടെ മുതൽ അവിടെ വരെ. സീറോ വാല്യൂ ഉള്ളിടത്തൊന്നും ഇന്റഗ്രേറ്റ് ചെയ്യണ്ട. അപ്പൊ ഇതിന്റെ നോൺ സീറോ വാല്യൂ തുടങ്ങുന്നത് t0-ലാണ്, t0 മുതൽ t1 വരെ. So this is actually how you calculate the average value. അപ്പോൾ നമ്മൾ ആവറേജ് വാല്യൂ ഏറ്റവും ആദ്യം എന്താണെന്ന് പറഞ്ഞു. ഒരു സൈൻ വേവിന്റെ അല്ലെങ്കിൽ ഒരു AC സിഗ്നലിന്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ആ സിഗ്നൽ ആവറേജ് നമ്മൾ AC സിഗ്നൽ കടത്തി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സമയത്ത് എത്ര ചാർജ് കിട്ടിയോ
അത്രയും ചാർജ് കിട്ടാൻ വേണ്ടി നിങ്ങൾ സെൻഡ് ചെയ്യേണ്ട ഡി സി കറണ്ടിൻ്റെ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും ആ എ സി സിഗ്നലിൻ്റെ ആവറേജ് വാല്യൂ എന്ന് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ആവറേജ് എന്താണ് എന്നുള്ളത് നോക്കി. നമ്മുടെ അടുത്തുള്ളത് ഒരു സഡൻലി വേരിയിങ് ആയിട്ടുള്ള സിഗ്നലാണ്. അതായത് 10, 15, 20 എന്നിങ്ങനെ സഡൻലി വേരിയിങ് ആയിട്ടുള്ള കൗണ്ടബിൾ നമ്പർ ഓഫ് വാല്യൂസ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മളത് എങ്ങനെയാണ് കണ്ടത് എന്നുള്ളത് കണ്ടു. അവിടുന്ന് നമ്മൾ കൺക്ലൂഷനിൽ എത്തി ഒരു ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു കർവിൻ്റെ അടിയിലുള്ള ഏരിയ ആണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പൊ നമ്മുടെ അടുത്തുള്ളത് കണ്ടിന്യൂസ്ലി വേരിയിങ് ഒരു സിഗ്നൽ, ഇപ്പൊ കാണിച്ചിരിക്കുന്ന പോലെ കണ്ടിന്യൂസ്ലി വേരിയിങ് ആയിട്ടൊരു സിഗ്നലാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ആവറേജ് വാല്യൂ എന്നുള്ളത് നമുക്ക് സം ചെയ്യാൻ പറ്റില്ല. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള നമുക്ക് കൗണ്ടബിൾ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് ഏരിയ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം, സമ്മബിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള കണ്ടിന്യൂസ്ലി വേരിയിങ് ഒരു സിഗ്നൽ ആണെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് പോസിബിൾ അല്ല. അപ്പോൾ കണ്ടിന്യൂസ് അഡീഷൻ എന്ന് പറയുന്നതാണ് ഇന്റഗ്രേഷൻ. അപ്പോൾ ആ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇന്റഗ്രൽ. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, പക്ഷേ എവിടേക്കാണ് ആ സിഗ്നലിന്റെ വാല്യൂ 0 ആയിട്ടുള്ളത് അതൊന്നും എടുക്കണ്ട. അപ്പം എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നോ അവിടുന്ന് അവിടെ വരെയാണ് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഹിയർ ദിസ് ഈസ് ആക്ച്വലി നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഇറ്റ് ഈസ് ഇന്റഗ്രൽ T0 to T1 V of t dt. This is the average value. ക്ലിയർ അല്ലേ? ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിനി സൈൻ വേവിന്റെ ആവറേജ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ഏറ്റവും ആദ്യം ഞാൻ വീണ്ടും ഒരു സൈൻ വേവിനെ ഇവിടെ വരയ്ക്കുകയാണ്. ഒരു സൈക്കിൾ മാത്രം വരയ്ക്കുന്നു. ഒരു സൈക്കിൾ മാത്രം ഇവിടെ വരയ്ക്കുന്നു. ഇത് ഒമേഗ ടി, ഇത് 2π, ഇത് പൈ, ഇത് 0, ഇത് വി ഓഫ് ഒമേഗ ടി അല്ലെങ്കിൽ വി ഓഫ് ടി. ദിസ് ഈസ് വി എം, ദിസ് ഈസ് മൈനസ് വി. ഇതാണ് നമ്മളുടെ സിഗ്നൽ. അപ്പം ഇതിൻ്റെ ആവറേജ് വാല്യൂ, കാരണം ഇതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു സൈക്കിളിനകത്തുള്ള ആവറേജ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ആവറേജ് വാല്യൂ, ഫുൾ സൈക്കിൾ ആവറേജ് ആണ് കാണുന്നത്. ഫുൾ സൈക്കിൾ ആവറേജ്, ഫുൾ സൈക്കിൾ ആവറേജ്. ഈ ഫുൾ സൈക്കിൾ ആവറേജ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതാണ്, നമുക്കറിയാം ഇതാണ് പ്ലസ്, ഇതാണ് മൈനസ്. ഓക്കെ, ഈ ഫുൾ സൈക്കിൾ ആവറേജ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ ആവറേജ് കാണുന്നു. പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവറേജ്. ഈ രണ്ടിൻ്റെയും കൂടെ അഡീഷൻ ആണ്, സമ്മാണ് നമ്മുടെ ഫുൾ സൈക്കിൾ ആവറേജ് എന്ന് പറയുന്നത്. പക്ഷേ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവറേജിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവറേജിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവറേജ് പ്ലസ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവറേജ് ഈസ് അഗെയിൻ മൈനസ് പോസിറ്റീവ് half cycle average. So this is equal to 0. So what you can find from that, for a sine wave, if you are taking the full cycle, the average value is equal to 0. Okay, so here V average of full cycle is equal to 0. അപ്പോൾ നമ്മൾ ഫുൾ സൈക്കിൾ ആവറേജ് കണ്ടുപിടിക്കുന്നതിലൊരു അർത്ഥമില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഹാഫ് സൈക്കിൾ ആവറേജ്. ഹാഫ് സൈക്കിൾ ആവറേജ്, അതായത് നമ്മൾ ഒരു സൈക്കിളിൻ്റെ മാത്രം ആവറേജ് കാണാൻ പോവാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സൈക്കിളിൻ്റെ മാത്രം, ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. ഹാഫ് സൈക്കിൾ ആവറേജ് കാണുമ്പോൾ അപ്പം നമുക്ക് അതൊന്ന് എന്ത് മനസ്സിലായി? ഇതിനകത്ത് നമുക്ക് ഹാഫ് സൈക്കിളിൻ്റെ മാത്രം മതിയല്ലോ. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഇക്വേഷൻ എഴുതാം. വി ഓഫ് ടി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. അപ്പം നമ്മൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ കാണാൻ പോവാം. ആവറേജ് വാല്യൂ, ഇത് എന്ത് ആവറേജ് വാല്യൂ ആണ്? ഹാഫ് സൈക്കിൾ ആവറേജ് is equal to
വി ഓഫ് ടി ഡി ഒമേഗ ടി. എവിടെ നിന്ന് എവിടം വരെ ചെയ്താൽ മതി? ഹാഫ് സൈക്കിൾ ആകുമ്പോഴത്തേക്കും 0 മുതൽ പൈ വരെ ചെയ്താൽ മതി. കാരണം ഹാഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എൻഡ് ചെയ്യുന്നത് പൈയിലാണ്. അപ്പോൾ 0 മുതൽ പൈ വരെ നമുക്ക് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 0 to t v of t is equal to vm sin omega t d omega t. This is equal to vm കോൺസ്റ്റന്റ് ആണ്, vm ഞാൻ പുറത്തേക്ക് എടുത്തു, 0 to t sin omega t d omega t എന്ന് കിട്ടി. So this is equal to vm sin omega t integral is minus cos, sorry, this is 0 to pi ആണ്, 0 to pi, sorry 0 to t അല്ല, 0 to pi, മൈനസ് കോസ് ഒമേഗ ടി ആണ്. സൈൻ ഒമേഗ ടിയുടെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ടി, 0 to pi. ഓക്കെ, ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പം എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു വി എം ഇൻറ്റു, ആ മൈനസ് ഒന്നിനെ പുറത്തേക്ക് എടുക്കാം, മൈനസ് വി എം ഇൻറ്റു കോസ് പൈ മൈനസ് കോസ് 0, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ്, സോറി ഇവിടെ ഒരു കാര്യം മറന്നുപോയി, നമ്മൾ ഡിവൈഡ് ചെയ്തില്ലല്ലോ, ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യില്ലല്ലോ, നമ്മൾ 0 to pi ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് 1/π ചെയ്യാൻ മറന്നുപോയി ഇവിടെ, 1/π. സോ ദിസ് ഈസ് vm by pi, ദിസ് ഈസ് vm by pi മൈനസ് vm by pi. ഓക്കെ, സോ മൈനസ് vm by pi, കോസ് പൈൻ്റെ വാല്യൂ എത്രയായിരുന്നു? -1, മൈനസ് കോസ് 0ൻ്റെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ minus vm by pi into minus 2. Minus minus cancel out, 2 vm divided by pi. So V average is equal to 2 vm divided by pi. അപ്പോൾ നമ്മൾ ആവറേജ് വാല്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫുൾ സൈക്കിൾ ആവറേജ് അല്ല, ഇത് ഇതിൻ്റെ ഹാഫ് സൈക്കിൾ ആവറേജ് ആണ്. അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 2 vm by പൈയും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് -2 vm by പൈയും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫുൾ സൈക്കിൾ ആവറേജ് കാണുമ്പോൾ 2 vm by പൈ പ്ലസ് -2 vm by പൈ എന്ന് പറയുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. അതുകൊണ്ട് ഫുൾ സൈക്കിൾ ആവറേജ് 0-ഉം ഹാഫ് സൈക്കിൾ ആവറേജ് എന്ന് പറയുന്നത് 2 vm by പൈയുമാണ്. So what you can conclude is that the half cycle average value is 2 vm by pi, which is the half cycle average. അപ്പോൾ ഒരു ഫുൾ സൈക്കിളിൽ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ഫുൾ സൈക്കിളിൽ 0 ആണെന്ന് കിട്ടി. ഈ 2 vm by pi നമ്മൾ ഈ 2 by pi എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വാല്യൂ 0.637 എന്ന് കിട്ടും. 0.637 vm ഇങ്ങനെ എഴുതാം. 2 vm by pi എന്ന് എഴുതാം, അല്ലെങ്കിൽ 0.637 vm എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഹാഫ് സൈക്കിൾ ആവറേജ് 0.637 vm ആണ്. ആവറേജ് വാല്യൂ ഓവർ 1 കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്, കംപ്ലീറ്റ് സൈക്കിൾ ആവറേജ് 0, ഹാഫ് സൈക്കിൾ ആവറേജ് എന്ന് പറയുന്നത് 0.637. അപ്പോൾ ഇതിനകത്തൊരു പ്രോബ്ലം എന്താ, നമുക്ക് ആവറേജ് വാല്യൂ എന്താ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ I² ആണ്. അപ്പോൾ കറണ്ട് എന്നുള്ളത് ആവറേജ് ആയിട്ട് നമ്മൾ കാണിക്കുകയാണെങ്കിൽ I average square into R എന്ന് നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. So the point here, the problem here is that the average value over complete cycle 0 ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ആവറേജ് വാല്യൂ ഓവർ കംപ്ലീറ്റ് സൈക്കിൾ 0 ആകുമ്പോൾ നമ്മൾ പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? പവറിന്റെ വാല്യൂ അവിടെ 0 എന്ന് വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആവറേജ് വാല്യൂ എന്താണ്? പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആവറേജ് വാല്യൂ നമുക്കൊരു സൂട്ടബിൾ പാരാമീറ്റർ അല്ല. ഓക്കെ, അപ്പം അതിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ ആവറേജ് വാല്യൂ എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ച്, എങ്ങനെയാണ് ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു സൈനുസോഡൽ വേവിൻ്റെ ഫുൾ സൈക്കിൾ ആവറേജ് 0 ആണെന്ന് പറഞ്ഞു. ഒരു സൈനുസോഡൽ വേവിൻ്റെ ഹാഫ് സൈക്കിൾ ആവറേജ് എന്ന് പറയുന്നത് 2 vm by pi ആണ് എന്നും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് നെക്സ്റ്റ് പറയാനുള്ളത് RMS വാല്യൂ എന്താണെന്നുള്ളതാണ്. അപ്പോൾ RMS വാല്യൂ എന്താണെന്ന് പറയാൻ എനിക്ക് വീണ്ടും ഒരു 15 minutes എടുക്കും. സോ നമുക്കിവിടെ സമയം തീർന്നത് കൊണ്ട് I think we can stop the session for today.
സോ അപ്പോൾ നമ്മൾ റെക്കോർഡഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റെക്കോർഡഡ് വീഡിയോ നോക്കാം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ വാട്സാപ്പ്.